ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ. സ്തുതി കാരണം ചന്ദ്രമതിയുടെ വീട് അടക്കം പോകുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതായിട്ടുള്ള രംഗമാണ് കേട്ടോ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. രേവതി മൂലം സ്തുതിക്കും അതുപോലെ ശ്രുതിക്കും ഒരു വലിയൊരു ഓർഡർ കിട്ടുന്നുണ്ട്. ഒരു 765 പുതുതായിട്ട് നിർമ്മിക്കുന്ന ഹോം അപ്ലയൻസസ് ഇവരുടെ കടയിൽ നിന്ന് കൊടുക്കാനുള്ള ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് രേവതി മൂലമാണെന്നുണ്ടെങ്കിലും ചന്ദ്രന്റെ അടുത്ത് താനാണ് ആ ഓർഡർ മേടിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി വലിയ ആളാവുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി, എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തു. അതിനുശേഷം അവർക്ക് 10 ലാക്ക് അഡ്വാൻസ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. 10 ലാക്ക് അഡ്വാൻസ് കിട്ടുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് വർക്ക് കിട്ടിയതുപോലെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇത്രയും വലിയൊരു ഓർഡറാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ഒരു ഓഫീസും അതുപോലെ തന്നെ പേഴ്സണൽ സെക്രട്ടറിയെയും പിന്നെ നമ്മുടെ പാർക്കിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആനന്ദ് ഉണ്ടല്ലോ, അവനും ഒരു ഡെസിഗ്നേഷനും കൊടുത്തിട്ട് അവിടെ സ്റ്റാഫായിട്ട് നിയമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും വലിയൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും കോടികളുടെ ബിസിനസ് ലാഭം വരുമല്ലോ ശ്രുതിക്ക്. ആ ഒരു പ്ലാനിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം 10 ലാക്ക് ഓൾറെഡി അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. ബാക്കി ക്യാഷ് മേടിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡീല് കൊടുത്തിരിക്കുന്ന മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഇവർ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അവിടെ മാഡം ഇല്ല. മാഡം ഹോസ്പിറ്റലിലാണ് എന്നുള്ള വിവരമാണ് കേട്ടോ ഇവർ അറിയുന്നത്. മാഡത്തിന് എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് പനി കൂടിയിട്ട് അവർ കോമ സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണെന്നുള്ള കാര്യം അവിടെ ഒരു സ്റ്റാഫ് അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവർക്കൊരു മാനേജർ ഉണ്ട്. അവരാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഈ മാഡത്തിനെ പലതവണ കാണാൻ വേണ്ടി പോയതുകൊണ്ട് തന്നെ ഈ മാനേജറുമായിട്ട് അത്ര ഒരു രസത്തിലല്ല കേട്ടോ നമ്മുടെ ശ്രുതി ഉള്ളത്. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ശ്രുതിയുടെ സംസാരമാണല്ലോ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന് വേറൊരു രീതിയിൽ മറുപടിയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു സംസാരമാണല്ലോ നമ്മുടെ ശ്രുതി എപ്പോഴും സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ആ മാനേജർക്ക് ശ്രുതി അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ബിസിനസ് കൊടുത്തിരിക്കുന്ന മാഡത്തിനാണെന്നുണ്ടെങ്കിൽ സുഖമില്ലാതായി, അതും കോമൺ സ്റ്റേജിലേക്ക് പോയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഇനിയിപ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും അറിയാത്തൊരു സിറ്റുവേഷനിലാണുള്ളത്. എന്തായാലും നിങ്ങൾ ഈ ഡീലും കാര്യങ്ങളൊക്കെ മാനേജർ അടുത്ത് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫ് അങ്ങ് പോവുകയാണേ. അങ്ങനെ ശ്രുതിക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനേജർ അടുത്ത് പോയിട്ട് ഈ ഡീലിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവർ ഓൾറെഡി എഗ്രിമെന്റ് ഒക്കെ എഴുതി 10 ലാക്ക് അഡ്വാൻസ് മേടിച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവർക്ക് തന്നെ തരണം ആ ബിസിനസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ശ്രുതി സംസാരിക്കുന്നത്. പക്ഷേ ആ മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് വേറൊരു പാർട്ടിയുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് എഗ്രിമെന്റ് ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഈ ബിസിനസ് ഒരു കാരണവശാലും ശ്രുതിക്ക് കൊടുക്കില്ല എന്നുള്ള മട്ടില്. പക്ഷേ ഇതിന്റെ പേരിൽ ഇവർ കേസിനും കൂട്ടത്തിനൊക്കെ പോകുന്നൊക്കെ ശ്രുതിയും ശ്രുതിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന എഗ്രിമെന്റിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ഈ എഗ്രിമെന്റ് എന്ന് വെച്ചാൽ ഈ ബിസിനസ് ഡീല് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഈ എഗ്രിമെന്റ് എഴുതിയ ആൾക്കാർക്ക് ഉണ്ട് എന്ന്. അങ്ങനെയാവുന്ന സമയത്ത് ഇവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. 10 ലാക്സ് ശ്രുതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആ 10 ലാക്സിനുള്ള സാധനം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തന്നേക്കൂ, അതോടുകൂടി നിങ്ങളുടെ എഗ്രിമെന്റ് ക്യാൻസൽ ആയിക്കോളൂ എന്ന് കേട്ടോ. അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിച്ച് അവസാനം മനസ്സിലാവാണ് ഇനി എന്തായാലും ഇദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, ഈ ഡീല് ക്യാൻസലായി എന്ന്. ഈ ഡീലിന്റെ പേരും പറഞ്ഞിട്ടാണല്ലോ പുതിയൊരു ഓഫീസും അതുപോലെ പേഴ്സണൽ സെക്രട്ടറിയും പോരാത്തിന് വേറെ കുറെ സ്റ്റാഫുകളെയും എല്ലാവരും നിയമിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ശ്രുതി. അതുമാത്രമല്ല ഈ ബിസിനസ് ഡീല് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ 30 ലക്ഷം രൂപ ഒരു പലിശക്കാരന്റെ കയ്യിൽ നിന്ന് പണവും മേടിച്ചിട്ടുണ്ട് കേട്ടോ ശ്രുതി. ഈ ഡീലിന്റെ എഗ്രിമെന്റ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അദ്ദേഹം പണം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഡീല് ക്യാൻസലായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അയാളാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് എത്തുവാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഈ 30 ലക്ഷം രൂപ മേടിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടെ ആരടുത്തും പറഞ്ഞിട്ടില്ല. ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും അല്ലാതെ മറ്റാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. അദ്ദേഹം വരുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആരാണ് നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ അവർ ആരാണെന്നൊന്നും പറയുന്നില്ല. ഇത് സുധീന്ദ്രന്റെ വീടല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതെ, വരൂ അകത്തേക്ക് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിച്ചിരുത്തുന്നുണ്ട്. വന്നതിന് ശേഷം ഇവർ എന്തിനാ വന്നതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ശ്രീകാന്തും അതുപോലെ സച്ചിയും എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ സുധി വരട്ടെ എന്നുള്ള കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത്. സുധിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരാൾ വന്നെന്ന് കാണുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വലിയ എന്തോ ബിസിനസ് ഡീൽ സംസാരിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നാ വിചാരിക്കുന്നത്. എന്നിട്ട് വന്ന ആൾക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ആ പലിശയ്ക്ക് കൊടുത്ത ആളുടെ കൂടെ 2-3 ഗുണ്ടകളും ഉണ്ട് കേട്ടോ. ചായയുടെ കാര്യം പറയുമ്പോഴേക്കും പഞ്ചസാര സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ മതി, ഞങ്ങളുടെ ബോസ് വേണ്ടത് അതിനകത്ത് ഇട്ട് കുടിച്ചോളെന്ന് പറയാണ്. അങ്ങനെ രേവതി ആണെന്നുണ്ടെങ്കിൽ ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേറൊരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അദ്ദേഹം ആവശ്യമുള്ള ഇട്ടിട്ട് അത് കുടിക്കുകയാണേ. കുടിച്ചതിന് ശേഷം
ആ ചായക്കുള്ള പൈസയും കൂടി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട ഉടനെ വർഷ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ കാശ് വെക്കുന്നത്, ഇത് ഹോട്ടലാണോ എന്ന്. ഞാനൊന്നും ഫ്രീ ആയിട്ട് കഴിക്കില്ല എവിടുന്നോ, എല്ലാത്തിനും ഒരു വിലയുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പെരുമാറ്റം എല്ലാം കൂടി കണ്ടിട്ട് എല്ലാവർക്കും ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്ന് വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നത്. ശ്രുതിയെ കണ്ട ഉടനെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി വേഗം വാ, നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്, ഇരുന്ന് സംസാരിക്കുന്നു പറയുമ്പോൾ അമ്മ നിക്കെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ. ഇത് കണ്ട ശ്രീകാന്തിനടുത്ത് സച്ചി പറയുന്നുണ്ട്, എന്താണ് ഇവൻ അവരെ കണ്ടിട്ട് പമ്മി കളിക്കുന്നതെന്ന്. സാരെന്താ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. മിസ്റ്റർ സുധീന്ദ്രൻ, നിങ്ങൾ 765 വീടുകളിലേക്ക് ഹോം അപ്ലയൻസസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ മേടിച്ചിട്ടില്ലായിരുന്നോ? അതേന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇപ്പോൾ ആ ഓർഡർ ക്യാൻസലായി അല്ലേന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ നിൽക്കുവാണേ. ഇത് കേട്ട ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, ഇവരെന്താ പറയുന്നത്, ആ ഓർഡർ ക്യാൻസലായോ? അപ്പോഴും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. തുടർന്ന് ആ പലിശക്കാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓർഡർ തന്നിരിക്കുന്ന ആ മാഡം ഇപ്പോൾ ഹോസ്പിറ്റലിലല്ലേ ഉള്ളത്, കോമ സ്റ്റേജിലേക്ക് പോയല്ലേ? അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എല്ലാ കാര്യവും അറിഞ്ഞിട്ട് തന്നെയാണ് അയാൾ വീട്ടിലേക്ക് വന്നതെന്ന്. ഈ മാഡത്തിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, ശ്രുതിയുടെ അടുത്ത് കലാമാഡത്തെ കുറിച്ചിട്ടാണോ ഈ പറയുന്നതെന്ന്. അതേന്ന് ശ്രുതി മറുപടിയും പറയാണേ. അയ്യോ പാവം, ആ മാഡം ഒരു പാവമായിരുന്നു എന്നൊക്കെ സച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറയാണേ. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം പറയുന്നത്, ഇപ്പോ ആ കമ്പനിയിലെ മാനേജറിനാണല്ലോ അതിന്റെ ചാർജ് മൊത്തം അല്ലേന്ന് ചോദിക്കുമ്പോൾ ശ്രുതി എല്ലാത്തിനും അതെ അതെ എന്ന് പറയുന്നുണ്ടേ. അയാള് നിങ്ങളുടെ ഓർഡർ ക്യാൻസലാക്കി അല്ലേ? കേട്ട ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ, ആ ഓർഡർ ക്യാൻസലായോ? അതിന്റെ പേരിലല്ലേടാ നീ ഓഫീസിൽ വെച്ച് കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ശ്രുതിക്കാണെങ്കിൽ ഇതിനൊന്നും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ബിസിനസ് ആവുന്ന സമയത്ത് ഓർഡർ കിട്ടും പോകും, അതൊക്കെ സഹജമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്നുള്ള കാര്യം നിനക്ക് അറിയില്ല ശ്രുതി എന്ന് ചോദിക്കുകയാണേ. ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓർഡർ വരികയും നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ 30 ലക്ഷം രൂപ മേടിച്ചില്ലായിരുന്നോ? ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ ഷോക്കായ പോലെ നിൽക്കുന്നത്. കാരണം അവിടെയുള്ള ആർക്കും അറിയില്ല ശ്രുതി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കേട്ടോ. 30 ലക്ഷം എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അതിന് പുറകെ തന്നെ എന്തിനാണ് 30 ലക്ഷം രൂപ കടം മേടിച്ചത്, ഇതൊക്കെ എന്താണ് ശ്രുതി എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ശ്രുതിയെ തട്ടിയിട്ട്. അല്ല ആന്റി, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പണം മേടിച്ചത്, അതിന് ആ ബിസിനസ് തന്നെ ഇല്ലാണ്ടായി പോയില്ലേ എന്ന് വർഷ ചോദിക്കുകയാണേ. മിസ്റ്റർ മനോജ്, നിങ്ങൾ ആ 30 ലക്ഷം രൂപ എപ്പോഴാണ് തിരികെ തരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് പോവായിരുന്നു. സർ, ഓർഡർ ക്യാൻസലായ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം തരണം. ഓഫ് കോഴ്സ് നിങ്ങൾ ടൈം എടുത്തോളൂ, പക്ഷേ ആ പണം എപ്പോഴാണ് നിങ്ങൾ തരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം എനിക്കൊരു ഗ്യാരണ്ടി കയ്യെഴുത്ത് വേണമെന്ന് പറയുകയാണേ. സർ, ഉടനെ തന്നെ തരാം, ഞാൻ എഴുതിയിട്ട് സൈൻ ചെയ്ത് തരാം എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ ശ്രുതിക്ക് വേണ്ടിയിട്ട് ശ്രുതി തന്നെ എങ്ങനെയാണ് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നിങ്ങളുടെ ഹാർട്ടിൽ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ സർജറി ചെയ്യാൻ വേണ്ടി പറ്റുമോ? അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ നോട്ടം വീട്ടിലാണ് കേട്ടോ. വീട് നല്ലതാണല്ലോ, ഇത് ഓൺ ഹൗസ് ആണോ, ആരുടെ പേരിലാന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര അറിയുന്നുണ്ട്, ഇത് എന്റെ വീടാണെന്നേ. പക്ഷെ ശ്രീകാന്ത് ഇത് അച്ഛന്റെയും അമ്മയുടെയും പേരിലാണെന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത്. ഗുഡ്, എന്തായാലും ശ്രുതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാള് ഗ്യാരണ്ടി സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. സർ, പണം വാങ്ങിയത് ഞാനല്ലേ, ഞാൻ തന്നെ സൈൻ ചെയ്ത് തരാം എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് പണം തിരികെ തരാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ലല്ലോ, അത് എഷ്യൂരിറ്റിയുള്ള ആൾക്കാരെ കൊണ്ടല്ലേ സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത് നല്ല കഥയാണല്ലോ, ഇവൻ കടം മേടിച്ചതിന് എന്റെ അച്ഛനും അമ്മയും സൈൻ ചെയ്ത് തരണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ജസ്റ്റ് എഷ്യൂരിറ്റി സൈൻ മാത്രമാണ്, പക്ഷേ പണം എനിക്ക് വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഈ വീട് നിങ്ങൾ എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര. ഇല്ലല്ല, അത് അവസാനത്തെ സ്റ്റേജ് ആണ്. പണം കറക്റ്റ് സമയത്ത് വന്നിട്ടില്ലെങ്കിൽ ഈ വീട്ടിലുള്ള ഒരാളെ ഞാൻ അങ്ങ് പൊക്കും. അത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്ത് വർത്താനാ പറയുന്നത്? നിങ്ങളെന്താ കൂലിത്തല്ലുകാരെ പോലെയാണ് നടക്കുന്നത്? ഈ വീട്ടിലുള്ള ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതാണെന്ന് തോന്നുന്നൊക്കെ ഭയങ്കര ദേഷ്യത്തോടു കൂടി സച്ചി പറയുമ്പോഴേക്ക് രേവതി പിടിച്ച് മാറ്റുവാണ് കേട്ടോ. നിങ്ങൾ പണം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണോ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളൂ, അതല്ലാതെ വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുപോകുന്നൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കുകയാണേ. ഇതാണ് എന്റെ നിയമപരമായിട്ടുള്ള കാര്യം, ഞാൻ അത് തന്നെ ചെയ്യുള്ളൂ. അങ്കിൾ, എന്തായാലും നമുക്ക് ഇയാളെ വരട്ടുന്നതല്ലേ, പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാന്ന് വർഷ പറയുന്നുണ്ട്. എന്റെ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ ഇൻസ്പെക്ടറുമായിട്ട് സംസാരിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്പെക്ടറുമായിട്ടല്ലേ സംസാരിക്കേണ്ടത്, ഞാൻ വിളിച്ചു തരാം എന്നുള്ള കാര്യമാണ് ആ വന്നിരിക്കുന്ന സാർ പറയുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, അവൻ പണം മേടിച്ചതിന് എന്റെ അച്ഛനും അമ്മയും സൈൻ ചെയ്ത് തരില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ സച്ചി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, ഈ വീട് വിട്ട് ശ്രുതിയെ പുറത്താക്കിക്കോളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അവനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം മാത്രമേ നിങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്താ റൗഡിയെ പോലെ വന്ന് വരട്ടുകയാണോ, എന്നാ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് സച്ചി അയാൾക്ക് നേരെ ചെല്ലുമ്പോഴേക്കും ആ ഗുണ്ടകൾ എല്ലാവരും കൂടി ചേർത്ത് അടുക്കുകയും ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സച്ചി അത്രയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അയാൾ ഭയങ്കര പേഷ്യൻസ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആ ഗുണ്ടകളെടുത്ത് പറയുന്നുണ്ട്, അവരെങ്ങ് വിട്ടേക്കൂ, അവര് അവരുടെ ഫീലിങ്സ് ആണ് കാണിക്കുന്നത്, അവരുടെ ഇമോഷൻസ്
എനിക്കങ്ങനെ വയലൻസ് ഒന്നും താല്പര്യമില്ല. എനിക്ക് ഓരോരോ കാര്യങ്ങൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ള അതിൻ്റെതായ സമയമുണ്ട്. നിങ്ങളോ അല്ലെങ്കിൽ സുധിയുടെ അമ്മയോ സൈൻ ചെയ്തെന്ന് ഞങ്ങൾ പോകുന്ന രവിയുടെ അടുത്ത് പറയുകയാണേ. ഇത് കേട്ട ഉടനെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ, എടാ സുധി, നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു വെക്കുന്നത്? നീ ആരുടെ കടം മേടിച്ചു വെച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ രവിയും ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താടാ സുധി ഇതൊക്കെ? അത് അച്ഛാ, ആ ബിൽഡർ മാഡം ആണെന്നുണ്ടെങ്കിൽ സുഖമില്ലാതെ കോമ സ്റ്റേജിലേക്ക് പോയി. അതുകൊണ്ടാണ് അച്ഛാ ഈ ഓർഡർ ക്യാൻസൽ ആയത്. ഓർഡർ മൊത്തത്തിൽ കിട്ടാതെ എന്തിനാണ് സുധിയേട്ടൻ കടമൊക്കെ മേടിച്ചതെന്ന് ശ്രീകാന്ത് ചോദിക്കുവാണേ. ഓഫീസ് വെക്കാനും അതുപോലെ തന്നെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം വേണ്ടി വന്നു, അതുകൊണ്ടാണ് പണം മേടിച്ചത്. അതൊക്കെ ബിസിനസ് ഡെവലപ്പ് ആയതിനു ശേഷം ചെയ്യേണ്ട കാര്യമെന്ന് വർഷ. നിങ്ങൾ എന്തിനാണ് സ്റ്റാർട്ടിംഗ് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയത്? ഓർഡർ പോലും കയ്യിൽ കിട്ടില്ല, അപ്പോഴേക്കും അവൻ ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നു. അതുപോരാത്തതിന് അവന് പേഴ്സണൽ സെക്രട്ടറിയെ വെച്ചിരിക്കുന്നു. ഒരു ഓർഡർ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ചെലവൊക്കെ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഇപ്പോൾ അച്ഛനെയല്ലേ അവരെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം രേവതിയും ചോദിക്കുന്നുണ്ടേ. എന്തായാലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. അവൻ പണം മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചോളൂ, അല്ലാതെ എൻ്റെ അച്ഛനൊന്നും സൈൻ ചെയ്യില്ല എന്നുള്ള കാര്യം സച്ചി വീണ്ടും പറയുന്നുണ്ട്. എനിക്കിന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ചട്ടമുണ്ട്, അതുപോലെ ഞാൻ ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ സൈൻ ചെയ്ത് തരാം, അല്ലെങ്കിൽ സുധിയെ ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കി വിടാൻ വേണ്ടി പറയുന്നുണ്ട്. ഇല്ല പറ്റില്ല, നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സച്ചി അവരുടെ നിരക്ക് ചെല്ലുമ്പോഴേക്കും രവി ആണെന്നുണ്ടെങ്കിൽ സച്ചി മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് രവി സംസാരിക്കുവാണേ. സർ, ഞാൻ സൈൻ ചെയ്ത് തരാം എന്നുള്ള കാര്യം പറയുകയാണേ. അപ്പോഴേക്കും നമ്മുടെ സച്ചിയും അതുപോലെ ചന്ദ്രയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്നതെന്ന്? അവൻ മേടിച്ചതിന് എന്തിനാണ് അച്ഛൻ അതിനെ ലീഗലി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? അത് ചെയ്യേണ്ടെന്ന് ശ്രീകാന്തും അതുപോലെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ കടം വാങ്ങി എന്നുള്ള പേരും പറഞ്ഞിട്ട് ഒരാൾ വീട്ടിനുള്ളിൽ കയറി ഇരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? അവൻ എൻ്റെ മകനായി പോയില്ലേ, അതുകൊണ്ട് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ വാക്കൊന്നും കേൾക്കാതെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സൈൻ ചെയ്ത് കിട്ടിയോട് കൂടിയിട്ട് അയാൾ പോവാണ്. പോകുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട്, പണം കൃത്യസമയത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള ഒരാളെ തന്നെ ഞാൻ പൊക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് കേട്ടോ അദ്ദേഹം അവിടുന്ന് പോകുന്നത്. പോകുമ്പോഴേക്കും നമ്മുടെ സച്ചിയങ്ങ് തുടങ്ങുവാണ് കേട്ടോ, എടാ നീയൊന്നും ഒരിക്കലും നന്നാവില്ലടാ. നിന്റെ അതിമോഹത്തിന് വേണ്ടിയിട്ട് അച്ഛനെയല്ലടാ ബലിയാടാക്കിയത്. അച്ഛൻ സൈൻ ചെയ്യുന്ന സമയത്ത് അച്ഛന്റെ കൈകളെല്ലാം വിറയ്ക്കുന്നത് നീ കണ്ടിട്ടുണ്ടായിരുന്നോടാ? നീ അച്ഛനെ ഈ അവസ്ഥയിൽ കൊണ്ടേ എത്തിച്ചില്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അടിക്കാൻ പോകുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എന്തിനാടാ അവനെ അടിക്കുന്നതെന്ന്? അച്ഛനെ ഏത് അവസ്ഥയിൽ കൊണ്ടു നിർത്തിയെന്നുള്ള കാര്യം അമ്മയും കണ്ടതല്ലേ? ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കറിയായിരുന്നു ആ ബിൽഡർ മാഡം കോമ സ്റ്റേജിലേക്ക് പോകുമെന്ന്. ഓർഡർ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ കടം മേടിച്ചത്. ഇപ്പോ കിട്ടാതെ പോയി, അത് എന്റെ തെറ്റാണോ? ആവശ്യമില്ലാതെ ചെലവാക്കുന്നതും അതുപോലെ തന്നെ പലിശയ്ക്ക് കടം മേടിക്കുന്നതും തെറ്റായിട്ടുള്ള കാര്യമില്ലെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് സുധീരുടെ അടുത്ത്. നിങ്ങൾ എന്തിനാണ് രവിയേട്ട സൈൻ ചെയ്ത് കൊടുത്തത്? നമ്മൾ എങ്ങനെയാണ് 30 ലക്ഷം രൂപ കൊടുക്കുക എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. വന്ന ആള് പറഞ്ഞത് നീയും കേട്ടതല്ലേ? സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഒരാളെ കൊണ്ടുപോകും എന്നുള്ള കാര്യം. കുടുംബത്തിലെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക? ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് രവിയേട്ട ആ പണം തിരികെ കൊടുക്കുക? അധിക ചെലവ് ചെയ്യരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ഇവന്റെ അടുത്ത് 1000 തവണ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവൻ കേട്ടിട്ടില്ല. അച്ഛാ, ഇപ്പോ ഇവരുടെ ഓർഡറും പോയി, ഇവരെ കൊണ്ട് എങ്ങനെയാണ് പണം കൊടുക്കാൻ വേണ്ടി പറ്റുക? ഇവരെ വിശ്വസിച്ചിട്ട് അച്ഛൻ എന്തിനാണ് സൈൻ ചെയ്ത് കൊടുത്തതെന്ന് രേവതി ചോദിക്കുകയാണേ. എന്ത് ചെയ്യാനാണ് രേവതി? എല്ലാം അറിയാം, പക്ഷെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പോയി, അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് ഉള്ളിലേക്ക് കയറി പോവുകയാണേ. അതിന്റെ പുറകെ തന്നെ സച്ചി ചെല്ലുന്നുണ്ട് കേട്ടോ. അച്ഛൻ എന്തിനാണ് ഇവന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്? അച്ഛന്റെ പണം വന്ന് എടുത്തോണ്ട് പോയി, എന്നിട്ട് ആ പണം വെച്ചിട്ട് അവൻ ബിസിനസ്സും ആരംഭിച്ചു, എന്നിട്ടും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായോ? ഇപ്പൊ കണ്ടില്ല എല്ലാം കൊണ്ടുപോയി തുലച്ചു നിൽക്കുന്നത്. ഇതെല്ലാം കേട്ട് സ്തുതി പറയുന്നത്, ബിസിനസ് ആവുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നടക്കുക തന്നെ ചെയ്യും. ഇപ്പൊ എന്താ, പണമല്ലേ പ്രശ്നം? എനിക്ക് വേണ്ടിയിട്ട് ആരും കടം അടയ്ക്കൊന്നും വേണ്ട, എന്റെ ഷെയർ എനിക്കങ്ങ് തന്നാ മതി, ഞാനത് അടച്ചോളാം എന്ന് പറയാണേ. അച്ഛ, സ്വത്ത് പിരിച്ചിട്ട് എന്റെ ഷെയർ എനിക്കങ്ങ് തന്നേക്കൂ. അത് കേട്ടിട്ട് എല്ലാവരും ഒരു നിമിഷം ഇങ്ങനെ ഷോക്കായ പോലെ ഇങ്ങനെ സ്തുതിയെ തന്നെ നോക്കുവാണേ. നീ എന്താടാ ചോദിച്ചതെന്ന് സച്ചി ചോദിക്കുമ്പോ, സ്വത്തില് എനിക്കും അവകാശം ഉണ്ടല്ലോ, അത് എനിക്കങ്ങ് തന്നാ മതി, എന്റെ കടമെല്ലാം ഞാൻ തന്നെ അടച്ചു തീർത്തോളാം. അത് കേട്ടിട്ട് രവി ആകെ നടുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. നീ എന്താടാ ചോദിച്ചത്? അച്ഛനടുന്ന് സ്വത്ത് വീതം വെക്കാൻ വേണ്ടി പറയുന്നോടാ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ സച്ചി. പക്ഷെ എല്ലാവരും കൂടി ചേർന്നിട്ട് പിടിച്ചു മാറ്റുവാണ്. ഇവൻ എന്ത് വർത്താനാ പറഞ്ഞെന്നുള്ള കാര്യം കേട്ടോ. അച്ഛൻ്റെ അടുത്ത് സ്വത്ത് പിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. പാവം അച്ഛൻ അത് കേട്ടിട്ട് നടുങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ? നിന്നെയൊക്കെ വെച്ചേക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും നേർക്ക് ചെല്ലുമ്പോഴേക്കും രവിയാണെങ്കിൽ സച്ചി എന്ന് പറഞ്ഞൊരു വിളിക്കുവാണ്. സച്ചി അവിടെ അടങ്ങി നിൽക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, എന്താണാവോ ദൈവമേ ഈ വീട്ടിൽ മാത്രം ഇങ്ങനെയൊക്കെ നടക്കുന്നത്, എല്ലാം നീ ഒറ്റൊരുത്തി കാരണമാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് നേരെ ചെല്ലുവാണ് കേട്ടോ ചന്ദ്ര. ഏത് സമയത്താണാവോ എൻ്റെ മകനെ നിന്നെ ഞാൻ തലയിൽ കയറ്റി കൊടുത്തത്, ആ നിമിഷം മുതൽ എൻ്റെ മകന്റെ ജീവിതം ഇല്ലാതായി. ആന്റി, ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞ് ശ്രുതി തുടങ്ങുമ്പോഴേക്കും മിണ്ടിപ്പോവരുത്തൊരക്ഷരം.
എല്ലാം നീ കയറി വന്ന സമയമാണ്. പണക്കാരുടെ വീട്ടിലെ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പറ്റിച്ചു. എന്റെ മകന് വലിയൊരു ഓർഡർ മേടിച്ചു കൊടുത്തു. എന്നിട്ട് പണക്കാരനാക്കാൻ വേണ്ടി പോവാന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പൊ എന്തായി, മൊത്തത്തിൽ പോയില്ലേ? നീ മേടിച്ചു കൊടുത്ത ഓർഡർ കാരണമാണ് ഇന്ന് എന്റെ മകന് ഈ അവസ്ഥ വന്നത്. ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സ്വത്ത് ഭാഗം വെക്കാൻ വേണ്ടിയിട്ട് പറ. എടാ നിനക്ക് സ്വത്ത് വേണമല്ലോ. എടാ നിന്നെ ഞാൻ അടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും ചെല്ലുമ്പോഴേക്ക് രേവതി പിടിച്ചു വെച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാണ് സച്ചിയേട്ടാ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് കൈനീട്ടി അടിക്കാൻ വേണ്ടി പോകുന്നത്? ഇങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുവാണ്. അപ്പോഴും ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുവാണല്ലോ. ശ്രുതി പറയുന്നുണ്ട്, അമ്മ അച്ഛൻ്റെ അടുത്ത് അമ്മ സംസാരിക്കേ, എന്നിട്ട് എന്റെ വീതം മേടിച്ചതാ. എടാ നീ എന്താടാ പറഞ്ഞത്? ഞാൻ എന്തിനാണ് രവേട്ടൻ്റെ അടുത്ത് സ്വത്ത് പിരിച്ചു തരാൻ വേണ്ടി പറയുന്നത്? ഈ വീട് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ഞാനൊരിക്കലും ഇത് വീതം വെക്കാൻ വേണ്ടിയിട്ട് പറയില്ല. നിന്റെ കടം നീ തന്നെ വീട്ടണം. സ്വത്ത് പിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ ഭാര്യ അതും ഒന്നും ഇല്ലാണ്ടാക്കി തീർക്കും. പിന്നെ ഞങ്ങൾ എല്ലാവരും നടു റോട്ടിൽ നിൽക്കേണ്ടി വരും. ഞാനും നിന്റെ കൂടെ ചേർന്നിട്ട് നടു റോട്ടിൽ നിൽക്കണോ? അമ്മ എന്താ ഇങ്ങനെ പറയുന്നത് ശ്രുതി ചോദിക്കുമ്പോ, എടാ ഇത് നോക്കിക്കോ, എന്റെ ജീവനുള്ളിടത്തോളം കാലം ഈ വീട് കൊത്തിപ്പിരിക്കാൻ വേണ്ടി ഞാൻ അനുവദിക്കില്ല. നിന്റെ കട നീ തന്നെ വീട്ടിക്കോണം എന്ന് പറഞ്ഞ് ചന്ദ്രമുറിയിലേക്ക് അങ്ങ് കയറി പോവാണ്.